എ ടു സർ വാർത്തയിലേക്ക് സ്വാഗതം. 77-ാം പിറന്നാൾ നിറവിലാണ് മലയാളത്തിന്റെ എവർഗ്രീൻ നായിക ഷീല. ഒരു കാലത്ത് മലയാള സിനിമ അടക്കിവാണിരുന്ന താരറാണിയായിരുന്നു അവർ. മലയാളത്തിന്റെ ആദ്യകാല ലേഡി സൂപ്പർ സ്റ്റാറായ ഷീല തന്റെ ജീവിതാനുഭവങ്ങൾ ഒരു മാധ്യമത്തോട് പങ്കുവച്ചത് ശ്രദ്ധ നേടുകയാണ്. 25-ാം വയസ്സിൽ തന്നെ വിൽപത്രം തയ്യാറാക്കിയതായി ഷീല വെളിപ്പെടുത്തി. ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും എന്റെ മൃതദേഹം ദഹിപ്പിക്കണം. ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്ന് വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ടെന്നും ഷീല വ്യക്തമാക്കി. നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയാതെ പോയതിന്റെ വിഷമം പല അഭിമുഖങ്ങളിലും ഷീല പങ്കുവച്ചിട്ടുണ്ട്. തമിഴ് നടൻ രവിചന്ദ്രനായിരുന്നു ഷീലയുടെ ഭർത്താവ്. ഇവരുടെ മകനാണ് നടൻ കൂടെയായ വിഷ്ണു. JD തൊട്ടാന്റെ ഓമന എന്ന ചിത്രത്തിലാണ് ഷീലയും രവിചന്ദ്രനും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത്. തൊട്ടാന്റെ ഒരു ചോദ്യമാണ് വിവാഹത്തിലേക്ക് നയിച്ചതെന്ന് ഷീല വെളിപ്പെടുത്തിയിട്ടുണ്ട്. രവിചന്ദ്രൻ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം തേടുകയായിരുന്നു. അപ്പോൾ ആ ബന്ധത്തിൽ 3 കുട്ടികളുണ്ട്. നിങ്ങളുടെ ഭാര്യയെ പോയി ഷീല തനിച്ചാണ്, നിങ്ങൾക്ക് പരസ്പരം വിവാഹം കഴിച്ചുകൂടെ എന്നായിരുന്നു തൊട്ടാന്റെ ചോദ്യം. സേതുമാധവനും MO ജോസഫും നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. ഒരു മകനും ജനിച്ചു. പിന്നീട് അദ്ദേഹം എനിക്കൊപ്പം താമസിച്ചിരുന്നില്ല. കുറച്ചു നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് മറ്റൊരു കുടുംബം കൂടെ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത്. അതറിഞ്ഞ നിമിഷം ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 2.5 കൊല്ലത്തിനു ശേഷം വേർപിരിഞ്ഞു. ഞാൻ എത്രയോ പേരുടെ കല്യാണം നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്റെ വിവാഹ ജീവിതം ശരിയായില്ല എന്നായിരുന്നു ഷീല അഭിമുഖത്തിൽ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.